ബഹുമാന്യരെ, കവിസദസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും അതുപോലെ തന്നെ സംസ്കാര ഭാരതം ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ BS ബാലേന്ദ്ര സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പുസ്തക പ്രകാശനവും അതുപോലെ തന്നെ കവിസദസ്സിൻ്റെ ഉദ്ഘാടനവും നടത്തുന്നത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം എഴുത്തുകാരനാണ്, പ്രോഗ്രസീവ് റൈറ്റർ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, അതുപോലെ നാഷണൽ സെക്രട്ടറിയാണ്, തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ്, പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ഡയറക്ടറാണ്. ഏകദേശം 30ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വിവിധ രീതിയിലുള്ള പുസ്തകങ്ങൾ, നോവൽ ഉണ്ട്, റിവ്യൂ ഉണ്ട്, ബയോഗ്രഫി ഉണ്ട്, യാത്രാ വിവരണമുണ്ട്, ചരിത്രമുണ്ട്, പഠനമുണ്ട്. അങ്ങനെ 30ലധികം പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ C. അച്യുതമേനോൻ്റെ സമ്പൂർണ്ണ കൃതികൾ 15 വോള്യത്തിൻ്റെയും ശ്രീ K. ദാമോദരൻ്റെ സമ്പൂർണ്ണ കൃതികൾ 15 വോള്യത്തിൻ്റെയും എഡിറ്ററായിരുന്നു. കഥകളിയെപ്പറ്റിയും ജേർണലിസത്തെ പറ്റിയുമുള്ള ഡോക്യുമെൻ്ററികൾ ഡയറക്റ്റ് ചെയ്തിട്ടു. അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ കൂടി സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ കഴിഞ്ഞ മാസത്തെ കാവ്യ സദസ്സിൽ പങ്കെടുത്തവരുടെ കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാവ്യമാല ഇതൾ 9 എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നടത്തുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാവ്യസദസ്സിൻ്റെ ഏകോപനവും അതുപോലെ തന്നെ പുസ്തകം സ്വീകരിക്കുന്നതും ശ്രീ സുധീർ ചടയമംഗലമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കവികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിന് കൃതജ്ഞത പറയുന്ന ശ്രീമതി സ്മിത മനോജിനെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബാലേന്ദ്ര സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനരെ, നമ്മുടെ കാവ്യസദസ്സിൻ്റെ മറ്റൊരു സമ്മേളനമാണ് ഇന്നിവിടെ ചേരുന്നത്. ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഈ സായാഹ്നം നമ്മുടെ വാസ്തവത്തിൽ ആഘോഷിക്കുകയാണ്. കവികളും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരാഘോഷമാണ് ഇവിടെ ഈ കാവ്യസദസ്സിൽ. കവിതാ രചന എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും കാലത്തെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ അത് നിർവഹിക്കുന്നവരെക്കാളും ആ ദൗത്യം ഏറ്റെടുക്കാൻ പോകുന്ന ആളുകളുടെ മനസ്സിലേക്ക് പുതിയ ഭാവങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് സൃഷ്ടികൾ നടക്കാറുണ്ട്. സാമൂഹ്യ മാറ്റത്തിൻ്റെ വിഷയങ്ങളായാലും മറ്റ് ഏത് വൈകാരികമായുള്ള ഭാവങ്ങളുടേതായാലും കാലത്തിന് മുമ്പ് വരാൻ പോകുന്ന കാലത്തെ കാട്ടിക്കൊടുക്കുന്ന സൃഷ്ടികളാണ് കവിതകളുടെ പ്രധാനമായും ആകർഷണ കേന്ദ്രമായി മാറുന്നത്. നമ്മുടെ ലോകം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റം എന്ന് പറയുന്നത് അടുത്ത ദശകം എങ്ങനെയായിരിക്കുമെന്ന് ഇന്ന് പ്രവചിക്കാൻ പറ്റാത്ത നിലയിലുള്ള വമ്പൻ പരിവർത്തനമാണ് നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ഒരു ഭരണകൂടത്തെ ഒരു വ്യാപാരിയായ ശാസ്ത്രജ്ഞൻ പിടിച്ചെടുക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന നിലയിലുള്ള ഒരു ഭരണകൂടം, ലോകത്തെ ഏറ്റവും വലിയ ഭരണകൂടമായ അമേരിക്കൻ ഭരണകൂടത്തെ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും വ്യാപാരിയുമായ വ്യക്തി നിയന്ത്രിക്കുന്ന നിലയിലേക്കാണ് ലോകത്തിൻ്റെ ഗതിവിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എലോൺ മസ്കിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഊർജത്തിൻ്റെ പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തി അത് മനുഷ്യൻ്റെ
നിത്യോപയോഗവുമായി ബന്ധപ്പെടുത്തുന്ന നിലയിൽ പരിവർത്തനം ചെയ്യുവാൻ എലോൺ മസ്കിന് കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാലങ്ങൾക്ക് മുമ്പ് തന്നെ എണ്ണ ഉപയോഗിച്ചുള്ള വാഹനമല്ലാതെ വൈദ്യുതി ഉപയോഗിച്ച വാഹനം ഓടിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനെയും കണ്ടെത്തിയ വ്യക്തികളെയും തടഞ്ഞ സമൂഹമാണ് ലോകത്തുള്ളത്. അവിടെ തൻ്റെ കണ്ടുപിടുത്തമായ ടെസ്ല വാണിജ്യവൽക്കരിച്ചുകൊണ്ട് ലോകത്ത് ഒരു വലിയ വിപ്ലവം എലോൺ മസ്കിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ബഹിരാകാശമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം. ബഹിരാകാശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഉപഗ്രഹങ്ങളുടെ വിക്ഷേപവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാങ്കേതിക വളർച്ചയുമാണ് എലോൺ മസ്ക് ലക്ഷ്യമിടുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ കാണുന്ന ഈ ടവറുകൾ, മൊബൈൽ ടവറുകൾ ഇല്ലാതാകും. എവിടെ നിന്നും ആർക്കും എപ്പോഴും ഫോൺ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ഏരിയൽ ഫോൺ സാർവത്രികമായി മാറും. അത് നിയന്ത്രിക്കുന്നത് ബഹിരാകാശത്ത് നിന്നും ഉപഗ്രഹങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്ന പ്രക്ഷേപണ രീതിയായിരിക്കും എല്ലാ ടെലിഫോണുകൾക്കും, എല്ലാ മൊബൈൽ ഫോണുകൾക്കും. മൊബൈൽ ഫോണുകളുടെ തന്നെ ക്യാരക്ടറിൽ മാറ്റമുണ്ടാകും. AI-യുടെ വരവ് എന്ന് പറയുന്നത് ഇന്ന് നാം കളിക്കോപ്പുകൾ പോലെ നമ്മുടെ നടന്മാർ പ്രായമുള്ളവരാകുകയും ചെറുപ്പക്കാരാകുകയും ചെയ്യുന്നതും അല്ലെങ്കിൽ നടിമാർ ചെറുപ്പക്കാരാകുന്നതുമായ ആനിമേഷനിലൂടെ പുതിയ വിദ്യകൾ കണ്ടെത്തി രസിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അത് വെറും പ്രാഥമികമായ കാര്യം മാത്രമാണ്. രവിവർമ്മ പെയിന്റിങ്ങിൻ്റെ ചലനാത്മകത സൃഷ്ടിച്ചതും മൺമറഞ്ഞു പോയവരെ ഒക്കെ തന്നെ പുനർജീവിപ്പിക്കുകയും അവർ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതുമായുള്ള സൃഷ്ടികളെ കൊണ്ടാകുക സ്വാഭാവികമായിട്ടുള്ള ഒരു ചെറിയ ചെറിയ കാര്യം മാത്രമാണ്. ഇതിനപ്പുറമായി നിർമ്മിത ബുദ്ധി കൊണ്ട് സംഭവിക്കാൻ പോകുന്ന പുത്തൻ വിപ്ലവം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സാധാരണ മനസ്സിൽ വരുന്നതിനപ്പുറമായുള്ള കാര്യമാണ് നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇത് മറ്റൊരു ലോകമാണ്, മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. നമ്മുടെ പ്രപഞ്ചത്തിലെ ഊർജശക്തിയുടെ ചെറിയൊരു അംശം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചെറിയൊരു അംശം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1% താഴെ മാത്രമാണ് ഊർജശക്തിയുടെ ഉപയോഗം നമുക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഊർജശക്തിയിൽ 95 അല്ല 98% ബ്ലാക്ക് എനർജി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമായി അവശേഷിക്കുകയാണ്. ഈ ബ്ലാക്ക് എനർജിയിലൂടെയുള്ള യാത്ര നടത്തുന്ന രീതി ശാസ്ത്ര സമൂഹം മാത്രമല്ല, മറ്റ് സാമൂഹ്യ യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള സാഹിത്യ സൃഷ്ടി നടത്തുന്ന സൃഷ്ടാക്കളും അതിനകത്തുകൂടി കടന്നു ചെന്ന്
ലോകദർശനം നടത്തുമ്പോൾ നാം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള നമ്മുടെ വൈകാരിക ഭാവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ എന്തൊക്കെ ഭാവങ്ങൾ നമുക്കുണ്ട് എന്ന് നാം വിലയിരുത്തിയിട്ടില്ല. വൈകാരിക ഭാവങ്ങളിൽ ഇപ്പോഴും നാം പങ്കുവെക്കുന്നത് സാധാരണയായുള്ള പ്രണയവും കാമവും ക്രോധവും മോഹവും തന്നെയാണ്. ഇതിനപ്പുറമായുള്ള മനുഷ്യൻ്റെ വൈകാരിക ഭാവങ്ങൾ, ഇതൊന്നുമല്ലാത്ത ഭാവങ്ങൾ മനുഷ്യനുണ്ട്. ആ ഭാവങ്ങൾ മനുഷ്യനെയും സമൂഹത്തെ ഇടപെടിപ്പിക്കുവാനും അവയിലൂടെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ക്രിയാത്മകമായ ദർശനം കവികളിലുണ്ടാകുമ്പോൾ ആ കവികളുടെ സൃഷ്ടി എന്ന് പറയുന്നത് ലോകത്തെ പുത്തൻ കാലഘട്ടത്തിലേക്ക് നയിക്കുമെന്നുള്ള സംശയമില്ല. ആ പുതിയ കാലഘട്ടത്തിലേക്ക് ലോകത്തെ നയിച്ച സൃഷ്ടികളാണ് നമ്മുടെ പഴയ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് സമാനമായ സൃഷ്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴുള്ള തലത്തിൽ നിന്നും മാറി ചിന്തിക്കുവാനും മറ്റൊരു മേഖലയിലേക്ക് കടന്നുകൊണ്ട് വ്യാപരിക്കുവാൻ കഴിയുന്ന ആലോചന നടത്തുവാനും പുതിയ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പ്രക്രിയകളെ വിഭാവനം ചെയ്യുവാനും അതെങ്ങനെ നാളെ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുമെന്നും അതിനപ്പുറമായി സമൂഹം എങ്ങനെ മുന്നോട്ട് പോകുമെന്നും കാലത്തിനപ്പുറം സമൂഹം മുന്നോട്ട് പോകണം എന്നും ഭാവനയിൽ കാണുവാൻ കഴിയുന്ന ആളുകളാണ് കവികളെന്ന് പറയുന്നത്. അത്തരം ഉന്നതമായ സൃഷ്ടികളും അത്തരം ഭാവനകളും നമ്മുടെ കവികൾക്കുണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ നേരെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കുറിക്കുന്നത്. കണ്ണടച്ചാൽ കാണുന്ന കാര്യങ്ങളുണ്ട്. കണ്ണ് തുറന്നാൽ കാണുന്നതിനേക്കാളും വേഗതയിൽ നമ്മുടെ കണ്ണടച്ചാൽ സഞ്ചരിക്കുന്ന നമ്മുടെ കണ്ണുണ്ട്. കണ്ണടച്ചാൽ സഞ്ചരിക്കുന്ന കണ്ണ് വെച്ച് ലോകത്തെ ദർശിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള സൃഷ്ടികൾ നമുക്കുണ്ടാക്കുവാൻ കഴിയുന്നു. ഉണ്ടാവണ്ടേ? അതൊക്കെ ചർച്ച ചെയ്യുവാൻ കൂടി നമ്മുടെ ഈ സാഹിത്യ സദസ്സ്, സാംസ്കാരിക സദസ്സ്, കാവ്യ സദസ്സ് തയ്യാറാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഇവിടെ പങ്കെടുക്കുകയാണ്. അദ്ദേഹം പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ദീർഘകാലമായിട്ടുള്ള ഭരണസമിതി അംഗമാണ്. ഒരു ഗ്രന്ഥകർത്താവാണ്, എഴുത്തുകാരൻ, മികച്ച എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ഇന്നാണെങ്കിൽ തിരക്കിട്ട പരിപാടികളാണ്. അതിനിടയിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മെ ഏറെ സന്തോഷിപ്പിക്കുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ തുറക്കുവാൻ കഴിയുന്ന അവസരങ്ങളായി ഈ കാവ്യ സദസ്സുകൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളന പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനെ ക്ഷണിക്കുന്നു. സംസ്കാര ഭാരതം കാവ്യ സദസ്സിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ അധ്യക്ഷൻ കൂടിയായ ബഹുമാനായ ശ്രീ BS ബാലേന്ദ്രൻ സാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച സംസ്കാര ഭാരതം ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ബഹുമാനിയായ ശ്രീമതി JR ശ്രീകുമാർ, ഈ കാവ്യ സദസ്സ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് വളരെ പ്രിയങ്കരനായ കവി പ്രഭാഷകൻ ശ്രീ സുധീർ ചടയമംഗലം, കൃതജ്ഞത പറയുന്ന കൾച്ചറൽ റിലേഷൻസ് ഓഫീസർ ശ്രീമതി സ്മിത, എൻ്റെ മുന്നിലുള്ള വളരെ
ബഹുമാന്യനും എൻ്റെ ഗ്രാമത്തിലെ ആദ്യത്തെ കവിയുമായ ബഹുമാനായ ക്ലാപ്പന ഷണ്ണൻ സാറ്, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ശ്രീ ജയപാലൻ കാര്യാൾ ഉൾപ്പെടെയുള്ള വളരെ പ്രസിദ്ധരായ കവി സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, BSSൻ്റെ ഉദ്യോഗസ്ഥരെ, പ്രവർത്തകരെ, ഇന്നിവിടെ സംസ്കാര ഭാരതം കാവ്യ സദസ്സുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് കാവ്യമാല എന്ന ഗ്രന്ഥമാണ് പ്രകാശിപ്പിക്കുന്നത്. കാവ്യമാലയിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള എഴുത്തുകാരാണ്, അവരുടെ രചനകളാണ് അച്ചടിച്ച് വന്നിട്ടുള്ളത്. അതിൽ കവിത എഴുതിയിട്ടുള്ള മുഴുവൻ എഴുത്തുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ എഴുത്ത് ജീവിതത്തിന് കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ഇടം നമ്മുടെ സാഹിത്യ ലോകത്ത് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വളരെ ആദരപൂർവ്വം ആ ഗ്രന്ഥം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. ഔപചാരികമായ ജോലി പിന്നീട് ചെയ്യാം. ഇത് ആദ്യം തന്നെ ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടം വ്യത്യസ്ത സാഹിത്യ മേഖലകൾ വിപുലമായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ ഏറ്റവും പുതുതായി ആളുകൾ ഏറ്റവും അധികം സ്വീകരിക്കുന്ന ഒരു സാഹിത്യ മേഖലയെക്കുറിച്ച് വർത്തമാനം പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി ഏറ്റവും അധികം വായിക്കപ്പെടുന്നത് മലയാളത്തിൽ യാത്രാ വിവരണങ്ങൾക്കാണ്, യാത്രാനുഭവങ്ങൾക്കാണ്. അപ്പോൾ ആ മേഖല, ട്രാവലോഗ് എന്ന മേഖല വളരെ വിപുലപ്പെടുകയും ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന ഒരു ഏരിയയായിട്ടത് മാറുകയും ചെയ്യുന്നു. യാത്രാ വിവരണത്തെക്കുറിച്ച് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകും. ധാരാളം യാത്രാവിവരണങ്ങൾ വായിച്ചുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ യാത്രാവിവരണം കൂടുതൽ വിൽക്കപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ യാത്രാവിവരണം എഴുതാൻ നിരവധി ആളുകൾ തയ്യാറാവുകയാണ്. യാത്രാവിവരണം എന്ന വാക്കാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് യാത്രാവിവരണമായി മാത്രമായി അത് മറ്റ് ബഹുഭൂരിപക്ഷവും അങ്ങനെ മാറിപ്പോവുകയും ചെയ്യുന്നു. യാത്രയുടെ വിവരണം ഒരിക്കലും ഒരു സാഹിത്യശാഖയുടെ ഭാഗമാകുന്നതേയില്ല. സാഹിത്യശാഖയാകണമെങ്കിൽ അത് സഞ്ചാര സാഹിത്യമാകണം. നമുക്കിപ്പോൾ ലഭ്യമാകുന്നതിൽ 90% ആദ്യം പറഞ്ഞ യാത്രാ വിവരണത്തിൽ ഉൾപ്പെടുന്നതാണ്. നമ്മൾ യാത്ര പോകുമ്പോൾ യാത്രയിലെ അനുഭവങ്ങൾ അല്ല, യാത്രയുടെ വിവരങ്ങൾ മാത്രമാണ് ശേഖരിക്കുകയും അത് എഴുതി പോവുകയും ചെയ്യുകയാണ്. ഒരു പ്രസാധക സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ മാസവും ഇത്തരം വിവരണങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളുടെ മാനുസ്ക്രിപ്റ്റുകൾ ധാരാളമായി വായിക്കുന്നു. പുറത്തിറങ്ങുന്ന പുസ്തകങ്ങൾ ബഹുഭൂരിപക്ഷവും വായിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ചില അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന എഴുത്തുകാരുടെ സമക്ഷം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇതൊരു ചർച്ചയ്ക്കുള്ള ഒരു വിഷയം ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതിയാകും. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായ വർത്തമാനമൊന്നുമാണ് ഇതെന്ന് കരുതുകയേ വേണ്ട. ആ മേഖലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ആ ഒരു മേഖലയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണത്. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ യാത്ര ചെയ്യുമ്പോഴുള്ള നമ്മുടെ തുടക്കം മുതൽ ഒരിടത്തേക്ക് പോകുന്നത് വരെയുള്ള ദിനസരി കുറിപ്പായിട്ടാണ് പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് ഈ പുസ്തകങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ പ്രസിദ്ധീകരിച്ച ഈ പത്രത്തിൽ ഒരു മാറ്റർ ഞാൻ ശ്രദ്ധിച്ചു. അത് ഗാന്ധിജിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീകല എന്ന മറ്റു പേരുള്ള ഒരു പെൺകുട്ടി എഴുതാണ്. ഗാന്ധിജിയുടെ യാത്രകളെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ യാത്രകൾ തന്നെ അസാധാരണമായ യാത്രകളായിരുന്നു. ഗാന്ധിജി വിദേശത്ത് നിന്ന് പഠിച്ചിട്ട് ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യയിൽ നിന്ന് വീണ്ടും സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നു. അവിടുന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നു. ഇവിടെയെല്ലാം അദ്ദേഹത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം പലതരത്തിലും അദ്ദേഹം ഈ അനുഭവത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അവസാനം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്
ഈ സ്യൂട്ടൊക്കെ ഒഴിവാക്കിയ ഭാരതീയനായ ഒരു ഏത് കർഷകനും അയാളുടെ രൂപവുമായി ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഗാന്ധിജിയാണ് നമ്മൾ കാണുന്നത്. ആ ഗാന്ധിജിയാണ് മഹാത്മജിയായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തോട് അദ്ദേഹം വിട പറയുന്നത് വരെ അങ്ങനെ ഒറ്റമുണ്ടും എടുത്ത് ഷോള് പുതച്ച് ഷർട്ടിടാത്ത ഗാന്ധിജിയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഈ പരിവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ യാത്രയിലൂടെയാണ് സംഭവിക്കുന്നത്. ആ യാത്രയിൽ നേരത്തെ ഇവിടെ ബാലൻ സാറ് പറഞ്ഞതുപോലെ ആന്തരികമായ വലിയൊരു മാറ്റമുണ്ടാകുന്നു. ഭൗതികമായി അദ്ദേഹം ഈ സഞ്ചരിക്കുമ്പോഴെല്ലാം ഈ സഞ്ചാരത്തോടൊപ്പം ആന്തരികമായ ഒരു സഞ്ചാരം സംഭവിക്കുന്നു. ആ ആന്തരികമായ സഞ്ചാരം അദ്ദേഹത്തെ വേറൊരാളാക്കി മാറ്റുകയാണ്. ലോകത്തിന് മുന്നിലേക്കൊരു മഹാത്മജിയെ കൊണ്ടുവരികയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നിന്നും വിദേശത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ തുടങ്ങുന്ന യാത്ര അവസാനം വന്നെത്തുന്നത് ആകെ ആരാധിക്കുന്ന ഒരു വലിയ ബിംബത്തിലേക്ക് അദ്ദേഹത്തെ പരിവർത്തനം ചെയ്യുകയാണ്. അതൊരിക്കലും ഭൗതികമായ യാത്രയിലൂടെ മാത്രം സംഭവിക്കുന്നതല്ല, ആന്തരികമായ യാത്രയിലൂടെ സംഭവിക്കുന്ന ഒരു പരിവർത്തനമാണ്. ആന്തരികമായ പരിവർത്തനം ഭൗതിക പരിവർത്തനത്തോടൊപ്പം സഞ്ചരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ഒരു മാതൃകയായി എടുക്കാമെങ്കിൽ നമ്മുടെ മുന്നിലെ യാത്രകൾ യഥാർത്ഥത്തിൽ ഈ പുറത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ കാപ്പിക്കടക്കാരൻ കാപ്പി കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ വട കഴിക്കുന്നതും ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് പോവുകയും അതിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ യാത്രാ വിവരണം മാത്രമായി മാറുന്നു. അതൊരിക്കലും ഒരു സഞ്ചാര സാഹിത്യമാകാതെ പോകുന്നു എന്നതാണ് പ്രശ്നം. അപ്പോൾ ഈ തരത്തിൽ ഈ സഞ്ചാര സാഹിത്യത്തെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നത്? ധാരാളമായി യാത്രാവിവരണങ്ങൾ ഇറങ്ങുന്നു, അതെല്ലാം വിറ്റഴിക്കുന്നു, എല്ലാം വിറ്റുപോകുന്നു. പക്ഷേ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു സാഹിത്യത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ അതിനെ കുറച്ചുകൂടി ഉയരത്തിലേക്ക് എത്തിക്കുന്നത് എന്ന ആലോചനയാണ് എഴുത്തുകാരുടെ മുന്നിൽ എനിക്ക് വയ്ക്കാനുള്ളത്. നമ്മൾ മലയാളികൾ കണ്ട ആദ്യത്തെ യാത്ര ഏതാണ്? ആദ്യത്തെ യാത്രാവിവരണം എന്ന തരത്തിലൊരു ഗ്രന്ഥമായി നമ്മൾ കാണുന്നത് വർത്തമാന പുസ്തകമാണ് ആദ്യം കാണുന്നത്. പാറേമുക്കാൽ കത്തനാർ റോമിൽ പോയതിനെക്കുറിച്ചുള്ളൊരു യാത്രയാണ്. അപ്പോൾ അത് ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നു, അവിടെ ചെല്ലുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു, തിരിച്ചു വരുന്നു. എന്നാൽ അതിനകത്ത് ഈ സഞ്ചാര സാഹിത്യത്തിൻ്റേതായ ചില എലമെൻറ്റ്സ് അതിനകത്ത് കിടപ്പുണ്ട്. വിദേശത്ത് പോകുമ്പോൾ പോപ്പിനെ കാണാൻ പോവുകയാണ്. പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴുള്ള ചില അനുഭവങ്ങളൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തുന്നതിൽ രണ്ടുപേർ ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ അനുഭവങ്ങൾ അദ്ദേഹം ഇവരിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വർത്തമാന പുസ്തകമെന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൽ തന്നെ ഈ സഞ്ചാര സാഹിത്യത്തിൻ്റേതായ ചില ഘടകങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. എന്നാൽ നമ്മളല്ലാതെ തന്നെ ധാരാളം യാത്രകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ യാത്രകൾ യഥാർത്ഥത്തിൽ ഒരു ഒന്നാന്തരം സഞ്ചാര സാഹിത്യം എഴുതാനുള്ള ഒരു വിഷയമാണ്. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ജനിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് പഠിക്കാനായിട്ട് പോകുന്നു, വാരണപ്പള്ളിയിലേക്ക് പോകുന്നു, കുമ്മപ്പള്ളി രാമപള്ളി ആശാൻ്റെ സമിതത്തിലെത്തുന്നു, അവിടെ അദ്ദേഹം താമസിക്കുന്നു, അവിടെ പഠിക്കുന്നു. അപ്പോൾ ഇവിടുന്നുള്ള യാത്രകൾ, അന്ന് റോഡൊന്നുമില്ല, വള്ളത്തിലോ അല്ലെങ്കിൽ ബോട്ടിലോ ആയിരിക്കും സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ അവിടെ പോയി താമസിച്ച് പഠിച്ച് അവിടുത്തെ യാത്രകളും അത് കഴിഞ്ഞ് മടങ്ങി വരുന്ന യാത്ര, പിന്നെ അദ്ദേഹം നടത്തുന്ന നിരവധിയായുള്ള യാത്രകൾ. ഈ യാത്രകളിലെല്ലാം ഇതെല്ലാം അസാധാരണമായ യാത്രകളാണ്. ഓരോ യാത്രയിലും ചരിത്രത്തെ മാറ്റി തീർക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തേക്ക് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അരുവിപ്പുറത്തേക്കുള്ള സഞ്ചാരത്തിൻ്റെ അന്ത്യം യഥാർത്ഥത്തിൽ ഭാരതീയമായ ഒരു അതുവരെ ഉണ്ടായിരുന്ന നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന ചാതുർവർണ്ണയത്തിൻ്റെ എല്ലാ കോട്ടകളെയും ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കി കളയുകയാണ്. അതാണ് നവോത്ഥാനം. നവോത്ഥാനം ഔപചാരികമായി ആരംഭിക്കുന്നത് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയോടുകൂടിയാണ്. അതുവരെ അബ്രാഹ്മണനായ ഒരാൾ ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ, ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരാൾ ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. ആദ്യമായി വിഗ്രഹം പ്രതിഷ്ഠിക്കുക എന്നതല്ല എൻ്റെ അർത്ഥം. നിലവിലുണ്ടായിരുന്ന എല്ലാ തത്വങ്ങളെയും എല്ലാ ആചാരങ്ങളെയും തകർത്തു തരിപ്പണമാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ അരുവിപ്പുറത്തേക്കുള്ള സഞ്ചാരത്തിൻ്റെ പരിണതി അതായിരുന്നു എന്നതാണ് ആഗ്രഹം. അപ്പോൾ ഓരോ യാത്രകളും ആ യാത്രകൾക്ക് ശേഷമുണ്ടാകുന്ന അസാധാരണമായ സംഭവങ്ങളിലേക്കാണ് അത് വളരുന്നത്. ചരിത്രം മാറ്റി തീർക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ലോകത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ജീസസിന് മുൻപും ജീസസിന് പിൻപും എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഭാരതത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുൻപും അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷവും എന്ന് നമ്മൾ പറയേണ്ടി വരും. ആ തരത്തിൽ ഒരു മൈൽ സ്റ്റോണായി നിൽക്കുകയാണ്, അസാധാരണമായൊരു ചരിത്ര സംഭവമായി നിൽക്കുകയാണ് അരുവിപ്പുറത്തെ ഈ ശിവപ്രതിഷ്ഠ എന്നത്. ചരിത്രം മാറുകയാണ്, പൂർണ്ണമായും മാറുകയാണ്. ഇവിടെ മാത്രമല്ല മാറുന്നത്, ഭാരതമാകെ മാറുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഒരു യാത്ര, ആ യാത്രയ്ക്ക് ശേഷമുണ്ടാകുന്ന ഒരു സംഭവം, ആ സംഭവം ലോകത്തിനെ മുഴുവൻ മാറ്റി തീർക്കുക എന്ന തരത്തിലേക്ക് മാറുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ സഞ്ചാര സാഹിത്യത്തിൻ്റെതായ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് അത് എത്തിച്ചിരുന്നു. അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവൻ്റെ വേറെ യാത്രകളുമുണ്ട്. അദ്ദേഹം പുറത്തേക്കുള്ള യാത്രകൾ, അദ്ദേഹം പിന്നെ
നടത്തിയിട്ടുള്ള എല്ലാ സഞ്ചാരങ്ങളും, ഓരോ സഞ്ചാരങ്ങളിലും അദ്ദേഹം ചിലയിടത്ത് ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നു, ചിലയിടത്ത് വലിയ തർക്കം. കരുനാഗപ്പള്ളിയിലേക്കൊക്കെ അദ്ദേഹം വന്നിരിക്കുന്നത് പറഞ്ഞാൽ രണ്ട് വലിയ കുടുംബങ്ങൾ തമ്മിലുണ്ടായിരുന്ന വർഷങ്ങളായി നിലനിന്ന വലിയ തർക്കം, ആ തർക്കത്തെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ അദ്ദേഹം അത് പരിഹരിക്കുന്നു. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഈ അസാധാരണമായ സംഭവങ്ങളിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ യാത്ര പോലെ തന്നെ നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യം, ഗൗരവമായി പഠിക്കേണ്ട കാര്യം, ഗൗരവമായി നിരീക്ഷിക്കുകയും പിന്തുടരുകയും അത് രേഖപ്പെടുത്തിയാൽ അതൊരു വലിയ ചരിത്ര സംഭവമായി തീരും. ഈ ഗുരുദേവൻ്റെ യാത്രകൾ മാത്രമായി ഒരു അസാധാരണമായ ഗ്രന്ഥം രചിക്കാൻ നമുക്ക് സാധ്യതയുണ്ട് എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അസാധാരണമായ യാത്രയാകുമ്പോൾ തന്നെ അത് എഴുതാനുള്ള അസാധാരണമായ ധൈര്യവും അസാധാരണമായ പ്രതിഭയും ഉണ്ടാകണമെങ്കിൽ മാത്രമേ അത് നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഭാവനയിൽ തന്നെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നി പോകും അദ്ദേഹത്തിൻ്റെ സഞ്ചാരങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ള യാത്രകൾ നമ്മുടെ മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ കവികളാണ് ഇരിക്കുന്നത്. കവികൾക്ക് കാവ്യത്തിലൂടെ യാത്രകൾ ധാരാളമുണ്ട്. അങ്ങനെ നമുക്ക് കവിത യാത്രാവിവരണം കവിതയിലൂടെ വന്നിട്ടുള്ള എത്രയോ കൃതികളുണ്ട്, നമുക്ക് ധാരാളം കൃതികളുണ്ട് അങ്ങനെ. എന്നാൽ നമ്മുടെ മലയാളത്തിലെ ഗദ്യ സാഹിത്യത്തിൽ പദ്യം പോലെ എഴുതിയ ഒരു ഇത്തരം ട്രാവലോഗുണ്ട്. അത് എഴുതിയിരിക്കുന്നത് വയലാറാണ്. പുരുഷാന്തരങ്ങളിലൂടെ എന്നൊരു കൃതിയുണ്ട് വയലാറിൻ്റെ ബാക്കി കവിതകളൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ കൃതി ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല, ആരും പറയാറുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയാണ്. ഇവിടെ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു. ഭാരതത്തിൻ്റെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ്. അത് കവിത പോലെയുള്ള യാത്രയാണ്. ഈ ഗദ്യം എങ്ങനെയാണ് പദ്യത്തിൽ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഈ വയലാറിൻ്റെ പുരുഷാന്തരങ്ങളിലൂടെ എന്ന കൃതിയാണ്. പുതിയ കാലത്ത് നമുക്കറിയാം ഖലീൽ ജിബ്രാൻ്റെ ബ്രോക്കൺ വിങ്സ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ജിബ്രാൻ എഴുതുന്ന പലതും അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രോഫറ്റ് എന്ന കൃതിയുമൊക്കെ പദ്യം ഗദ്യത്തിൽ എഴുതുന്ന പോലെയാണ് നോക്കുന്നത്. നമുക്ക് ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ രചനയുടെ ഒരു ക്രാഫ്റ്റ് അതാണ്. അത് നമുക്ക് മുൻപേ പരിചയമുണ്ട്. അത് പരിചയമുള്ളത് ഒന്ന് ഈ വയലാറിൻ്റെ പുരുഷാന്തരങ്ങളിലൂടെ എന്ന കൃതിയാണ്. ആ കൃതിയിൽ അദ്ദേഹം ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, മധുരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അകലെ നിന്ന് വേണുനാദം കേൾക്കുന്നു. വേണുനാദം കേൾക്കുമ്പോൾ അദ്ദേഹം സാക്ഷാൽ ശ്രീകൃഷ്ണനെ കാണുകയാണ്. ശ്രീകൃഷ്ണൻ അവിടെ ഇങ്ങനെ ഓടക്കുഴൽ ൂന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എന്തൊരു ഭാവനയാണത്. നമ്മളെ വല്ലാതെ വേറെ ഏതോ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക്, ഒരു അഭൗമികമായ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ഭൗതികമായ യാത്ര നമ്മൾ നടത്തുകയും ചെയ്യുമ്പോൾ പുറത്ത് കാണുന്നൊരു യാത്രയും അകത്തു കാണുന്നൊരു യാത്രയും സഞ്ചാരവും അദ്ദേഹം ഒരേ സമയം രേഖപ്പെടുത്തുകയാണ്. വിസ്മയകരമായ ഒരു രചനാ ശൈലിയാണ് വയലാർ രാമവർമ്മ ഈ പുരുഷാന്തരങ്ങളുടെ എന്ന കൃതിയിലൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു സഞ്ചാര സാഹിത്യമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. കവിതയുണ്ട്, അതിൽ കഥയുണ്ട്, അതിൽ ചരിത്രമുണ്ട്, ഇതിഹാസമുണ്ട്, പുരാണ കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ ഭൗതികമായ സഞ്ചാരവുമുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സാഹിത്യ അനുഭവമായിട്ട് അത് മാറുകയാണ്. ഈ യാത്രകൾക്ക് പോകുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ അതിൻ്റെ ഒരു രചനയുടെ രീതി കൂടി പറഞ്ഞു പോകാം. യഥാർത്ഥത്തിൽ ഈ സഞ്ചാര സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ ആദ്യം ആലോചിക്കേണ്ടത് നമ്മൾ എവിടേക്ക് യാത്ര പോകുന്നു എന്ന കാര്യം നമുക്ക് നേരത്തെ തന്നെ ധാരണ ഉണ്ടാവണം. ഒന്ന്, പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള അവിടേക്ക് പോകുന്ന എത്ര കിലോമീറ്റർ പോകുന്നു, എവിടുന്ന് ബസ് കിട്ടുന്നു, എവിടുന്ന് കാറ് കിട്ടുന്നു, എവിടെ പോയി ഇറങ്ങാൻ പറ്റും, ഏത് ഹോട്ടലിൽ താമസിക്കാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഈ വായിക്കുന്ന പുസ്തകങ്ങൾക്ക് അതെല്ലാം കാണുന്നത്. ഇതൊക്കെയാണ്. അതൊന്നുമല്ല യഥാർത്ഥത്തിൽ. ആ സ്ഥലം നമുക്ക് അനുഭവവേദ്യമാണ്. വായിക്കുന്നവന് ആ സ്ഥലത്ത് പോവുകയും ആ സ്ഥലത്തിൻ്റെ സൗന്ദര്യവും ആ സ്ഥലത്തിൻ്റെ കലാവസ്ഥയും ആ സ്ഥലത്തിൻ്റെ ചരിത്രവും അവിടുത്തെ ജീവിതവും ജനങ്ങളും എല്ലാം നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ മാത്രമേ അതൊരു സഞ്ചാര സാഹിത്യമായി മാറുകയുള്ളൂ. അതിനാദ്യം വേണ്ടതെന്ന് പറയുന്നത് ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ആ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള പഠനം നടത്തുക എന്നതാണ് പ്രധാനമായും വേണ്ടത്. ഹോംവർക്ക്, അസാധാരണമായ ഹോംവർക്ക് വേണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വയലാറിൻ്റെ കാര്യം പറയുമ്പോൾ വയലാർ യാത്ര പോകുമ്പോൾ മധുര വഴിയാണ് പോകുന്നതെന്നും ഈ മധുരയിൽ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമാണെന്നും ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ശ്രീകൃഷ്ണ ചരിതം പൂർണ്ണമായി അറിഞ്ഞിരിക്കണമെന്നും അതിന് ഇതിഹാസങ്ങളിലേക്ക് സഞ്ചരിക്കണമെന്നും പുരാണങ്ങൾ മനസ്സിലാക്കണമെന്നും ഇതൊക്കെ അത്തരത്തിലുള്ളൊരു വല്ലാത്തൊരു പിൻപഠനം അല്ലെങ്കിൽ ഗൃഹ പഠനം അദ്ദേഹം നടത്തിയിട്ടാണ്, ഹോംവർക്ക് നടത്തിയിട്ടാണ് അദ്ദേഹം ഗൃഹപാഠമില്ലാതെ അല്ല പോയിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി ഗൃഹപാഠം നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചുള്ള അതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. എന്നാൽ ആ പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഒരു കാരണവശാലും ഒരു നല്ല സഞ്ചാര സാഹിത്യം രചിക്കാൻ കഴിയുകയില്ല എന്നതാണ് സത്യം. കാരണം ഇതിന് വേണ്ടത് പ്രധാനമായിട്ടും അതോടൊപ്പം വേണ്ടത് എന്താണ്, ആ സ്ഥലത്തെക്കുറിച്ച് ഇതുവരെ വന്നിട്ടുള്ള നിരീക്ഷണങ്ങൾ, ഇതുവരെ വന്നിട്ടുള്ള പഠനങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളിവിടെ കവിത ചെല്ലുമ്പോഴും അങ്ങനെയാണല്ലോ. നേരത്തെ എഴുതിയ കവികളെ നമ്മൾ അവരുടെ അതിരുകളെ അതിലംഘിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ എഴുതിയ കവിതകൾ പോലെ ഒരു കവിത വീണ്ടും എഴുതിയിട്ട് ഒരു കാര്യവുമില്ല.
നമ്മളുടെ അസ്തിത്വം അവിടെ ഒരിക്കലും വരുന്നതേയില്ല. വേറൊരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചങ്ങമ്പുഴയെ അതിശയിപ്പിക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾ കവിയാവുകയുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എന്തെഴുതുമ്പോഴും നമ്മൾ മുൻപേ നടന്നുപോയ എഴുത്തുകാരെ എല്ലാം അതിൽ അതിശയിപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിയുമോ എന്നതാണ്. അവരെഴുതിയ കാര്യം നമ്മൾ ആവർത്തിച്ചിട്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? നമ്മുടേതായ കാഴ്ചപ്പാടിലൂടെ, നമ്മുടേതായ വീക്ഷണത്തിലൂടെ, നമ്മുടെ പ്രതിഭയെ ചേർത്ത് വെച്ചുകൊണ്ട് മറ്റൊരു സൃഷ്ടി നമുക്ക് നടത്താൻ കഴിയുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അതാണ് മുൻപെഴുതിയത് നമ്മൾ ആവർത്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ആ തരത്തിൽ ഈ ഒരു യാത്ര പോകുമ്പോൾ, ഒരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ, ആ സ്ഥലം നമ്മൾ നേരത്തെ മറ്റെല്ലാവരും കണ്ടിട്ടുണ്ട്, നിരവധി ആളുകൾ കണ്ടിട്ടുണ്ട്, കാണാത്ത സ്ഥലമൊന്നുമല്ല. അങ്ങനെ കാണാത്ത സ്ഥലമല്ല എന്നതുപോലെ തന്നെ അവിടേക്ക് നമ്മൾ പോകുമ്പോൾ മറ്റു പലരും കാണാനിടയില്ലാത്തതും ഇതുവരെ ആരും പറയാത്തതുമായ കാര്യങ്ങളിലേക്ക് നമുക്ക് വായനക്കാരനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ യാത്രാ വിവരണം അല്ലെങ്കിൽ ആ ഒരു സഞ്ചാര സാഹിത്യം അത് സഫലമാവുകയുള്ളൂ എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പോകുമ്പോൾ ഈ പറഞ്ഞ ഹോംവർക്ക് എല്ലാം നടത്തി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മളിവിടെ പോകുമ്പോൾ ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണുന്നു. നമ്മളോടൊപ്പം ഒരു പറ്റം ആളുകൾ വന്നുകൊള്ളട്ടെ, 50 പേരോടൊപ്പമാണ് നമ്മൾ പോകുന്നത്. ഈ 49 പേരും കാണാത്ത ചില കാര്യങ്ങൾ നമ്മൾ കാണണം. 49 പേരും നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്, എല്ലാവരും ഒരുമിച്ച് പോകുന്നു. ഒരുമിച്ച് പോകുമ്പോൾ എല്ലാവരും ഇതെല്ലാം കാണുന്നു. അവിടെയുള്ളതെല്ലാം എല്ലാവരും കാണുകയാണ്. ഉജ്ജയിനി പോകുന്നു, മഹാകവി കാളിദാസന്റെ സ്മാരകത്തിലേക്ക് പോകുന്നു, അദ്ദേഹത്തിൻ്റെ കാളിദാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു. അവിടെ എല്ലാം നമ്മൾ കാണുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം അവിടെ ഋതുസംഹാരവും കുമാരസംഭവവും എല്ലാം അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ എല്ലാം ശില്പങ്ങൾ വഴിയുണ്ട്. ഇതെല്ലാം നമ്മൾ അതിന് മുന്നിലൂടെ നടന്നു പോകുന്നു. എല്ലാവരും കൂടെ പോവുകയാണ്. പക്ഷേ മറ്റുള്ളവരാരും കാണാത്ത ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഉജ്ജയിനി യാത്രയെക്കുറിച്ചൊരു നല്ല കാളിദാസൻ്റെ ഓർമ്മകളിലേക്ക് എത്തിച്ചേരുവാനും കാളിദാസൻ്റെ കൃതികളിലേക്ക് എത്തിച്ചേരാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആ തരത്തിലേക്ക് ചില കാര്യങ്ങൾ നമ്മൾ മാത്രമായി ചിലത് കാണണം. മറ്റെല്ലാവരും കാണാത്ത ചില കാര്യങ്ങൾ നമ്മൾ മാത്രം കാണുകയും അത് നമ്മളുടെ അനുഭവമാക്കി മാറ്റുകയും ആ അനുഭവത്തെ വായിക്കുന്ന ആളിന് അനുഭവപ്പെടുകയും വേണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോവനിക്കുറുപ്പ് സാർ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഈ സൂര്യനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം പ്രഭാതം എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറില്ല, വിഭാതം എന്ന വാക്കാണ്. പ്രഭാതത്തേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം വിഭാതം എന്ന വാക്ക് ഉപയോഗിക്കും. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇപ്പം പിന്നെ പച്ചപ്പുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ആ തണുപ്പ് അനുഭവപ്പെടും. കോവനിക്കുറുപ്പ് പ്രസംഗം ശ്രദ്ധിച്ചറിയാം, പ്രസംഗം വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ കാറ്റും വെളിച്ചവും തണുപ്പും ചൂടുമൊക്കെ നമുക്ക് അനുഭവപ്പെടും. അത്തരത്തിലാണ് കോവനിക്കുറുപ്പ് പ്രഭാഷണങ്ങളെല്ലാം അങ്ങനെയാണ്, കവിത പോലെ തന്നെയാണ്. അപ്പോൾ ഇതൊരു പ്രധാന കാര്യമാണ്, നമുക്ക് അത് അനുഭവപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ കാശ്മീരിലേക്ക് പോകുന്നു, അതുപോലെ നൈനിറ്റാളിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ കാശ്മീരിലേക്ക് പോയാൽ കാശ്മീരിൻ്റെ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യണം. മഞ്ഞുമലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വെറുതെ മഞ്ഞുമലകളിലൂടെ സഞ്ചരിക്കുന്നു കഴിഞ്ഞാൽ പല മഞ്ഞിൻ്റെ തണുപ്പ് വായിക്കുന്നവൻ്റെ ശരീരത്തിലേക്ക് അവൻ അറിയാതെ പടർന്ന് കയറി വന്ന് അവനത് അനുഭവപ്പെടുമ്പോൾ അവന് ചെറിയ കുളിരുണ്ടാകുന്നുവെങ്കിൽ ആ എഴുത്ത് സഫലമായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഭൗതികമായി ഉണ്ടാകേണ്ട കാര്യമാണ്, ഭൗതികമായി ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം. എപ്പോഴും അങ്ങനെയാണ്. ഏറ്റവും നല്ല കൃതി വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിലേക്കങ്ങ് ലയിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ചില വിപ്ലവ ഗാനങ്ങളൊക്കെ നമ്മൾ ഈ വയലാറിൻ്റെ മറ്റെല്ലാ വിപ്ലവ ഗാനങ്ങളെക്കാളും പിന്നെ ബലികുടീരങ്ങളെ എന്ന ഗാനം കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ക്രമേണയായി നമ്മുടെ മനസ്സിലേക്ക് വല്ലാത്ത ഒരു ആവേശം ഇങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് ഗ്ലാസ്സിലേക്ക് ജലമൊഴിക്കുന്നത് പോലെ അതിങ്ങനെ കയറി വന്ന് പതഞ്ഞ് പോയി മുങ്ങി അവസാനം നമ്മൾ വല്ലാതെ ആവേശഭരിതരായി തീരും. ആ ഗാനത്തിൻ്റെ ഒരു സവിശേഷത ഇതാണ്. ഇതുതന്നെയാണ് ഈ യാത്രയെക്കുറിച്ച് എഴുതുമ്പോഴും ആ യാത്ര നമ്മൾ തുടങ്ങുമ്പോൾ യാത്ര അവസാനിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് എന്താണോ എഴുത്തുകാരൻ്റെ മനസ്സിലുണ്ടായ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം വായിക്കുന്ന ആളിനും അനുഭവങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള രചനയായി മാറും. അത് സാഹിത്യത്തിൻ്റെ ഭാഗമായി മാറും എന്നാണ്. അല്ലെങ്കിൽ എന്താണ്, ഒരു കാറ്റലോഗ് മാത്രമായി അത് നിൽക്കുമെന്നതാണ് സത്യം. പലരും ചെയ്യുന്നത്, നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും, ചെറിയ ഗാനങ്ങൾ, അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരെണ്ണം ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ നേരെ ഗൂഗിളിലേക്ക് പോകും, ഗൂഗിളിൽ നിന്ന് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യും, അത് എഴുതി വിടും. പക്ഷെ അതൊന്നും യാത്രയുടെ സുഖം നമുക്ക് കിട്ടുന്നില്ല. വായിക്കുന്നയാളിന് ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് അയാളെ വളർത്തുന്നില്ല. അത് സാഹിത്യത്തിൻ്റെ ഭാഗമാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എനിക്ക് തോന്നുന്നു കവികളൊക്കെ ഈ യാത്രാനുഭവങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ മറ്റുള്ളവർ എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നാവും. കാരണം കവികൾ എപ്പോഴും ഭാവനാലോകത്ത് നിൽക്കുന്നവരാണ്, അവർ വേറൊരു ലോകത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു ലോകത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ രചനകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും അദ്ദേഹം സ്വന്തമായി എഴുതുകയായിരുന്നില്ല. അദ്ദേഹം ഈ മുഴുവൻ സംസ്കൃത വൃത്തങ്ങളിലൊക്കെ ഭുജംഗപ്രയാഗത്തിലൊക്കെ എത്ര കവിതകളാണ് എഴുതിയിരിക്കുന്നത്, അതൊന്നും അദ്ദേഹം സ്വയം എഴുതുകയായിരുന്നില്ല, അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക. അദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോൾ വൃത്തം കൃത്യമാണ്, അലങ്കാരം അങ്ങേയറ്റം കൃത്യമാണ്,
ഒരു ചില്ലക്ഷരം പോലും എടുത്തു മാറ്റാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ കവിതകൾ നോക്കുക, ഏത് കൃതികൾ നോക്കുക, ഇതെല്ലാം അദ്ദേഹം വെറുതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ശിഷ്യന്മാർ എഴുതിയെടുക്കുകയായിരുന്നു. നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഒരു തവണ പോലും എഴുതാതെ ഒരു 4 വരി വൃത്തനിബദ്ധമായി അലങ്കാരം കൃത്യമായി ആ അലങ്കാരത്തെ പിൻപറ്റിക്കൊണ്ട് ഒരു 4 വരി എഴുതാൻ ശ്രമിച്ചു നോക്ക്. ഒരു ശ്രമം നടത്തുന്നു നോക്ക്. എത്രമാത്രം അത് വിജയമാകും എന്നാലോചിച്ച് നോക്കുക. ഗുരു എഴുതിയിട്ടുള്ളതെല്ലാം അങ്ങനെയാണ്. അദ്ദേഹം ഒന്നും എഴുതി വെട്ടിത്തിരുത്തിയൊന്നുമല്ല. കുമാരനാശാൻ്റെ ഹസ്തലിഖിതങ്ങളെക്കുറിച്ച് PhD ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും നമുക്ക് ലഭ്യമാണ്. അദ്ദേഹം നോട്ട്ബുക്കുകൾ ലഭ്യമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പല വാക്കുകളും മാറ്റി എഴുതുന്നു, വെട്ടി എഴുതുന്നു, ചേർക്കുന്നു. എത്ര തവണ തിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഗുരുദേവൻ ഒരിക്കലും ഒന്നും വെട്ടി എഴുതുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല, സ്വയം എഴുതുകയും ചെയ്തിട്ടില്ല. ഇതെല്ലാം ഓർമ്മയിൽ നിന്നും ചിന്തയിൽ നിന്നും നേരിട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതെല്ലാം വൃത്തനിബദ്ധമാണ്, എല്ലാം വൃത്തനിബദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ച് പഠിക്കാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുള്ള ആളെന്ന കാര്യത്തിൽ ഞാൻ വിസ്മയഭരിതരായി. 2 വർഷം ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നപ്പോൾ ഓരോ ദിവസവും എനിക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഇതെങ്ങനെയാണ് അദ്ദേഹം എഴുതുന്നത് എന്നുള്ളതായി നോക്കുമ്പോൾ ഓരോന്നും എല്ലാം പല കൃതികളും അദ്ദേഹം സ്വയം ഉണ്ടാക്കിയ വൃത്തത്തിലാണ്. സംസ്കൃതത്തിലും മലയാളത്തിലും അങ്ങനെ വൃത്തങ്ങളില്ല. പുതുതായി അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ വൃത്തത്തിൽ അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇത് മുഴുവൻ ഈ ഓർമ്മയിലാണ് ഇത് മുഴുവൻ നിൽക്കുന്നത്, ഉള്ളിലാണ് ഇത് മുഴുവൻ. അദ്ദേഹം എഴുതുന്നതും തിരുത്തുന്നതും എല്ലാം ഉള്ളിലാണ് എന്നതാണ് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആശാനേക്കാൾ വലിയ കവി ആരാണ്? നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ കവി ആരാണ്? നമ്മുടെ മുന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗുരുവിനോടൊപ്പം അത്രയും വലിയൊരു കവി മലയാളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. മലയാളത്തിലെ ഇന്ത്യൻ ഭാഷ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹം ഇതെല്ലാം ഓർമ്മയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളെക്കറിയാം. സംസ്കൃതത്തിലെ ഈ സിദ്ധാന്ത കൗമുദിയൊക്കെ പഠിക്കുമ്പോൾ ഈ നമ്മുടെ വ്യാകരണം എല്ലാം വളരെ ചെറുതായിട്ട് അങ്ങനെ ഗുളിക പരുവത്തിൽ എടുക്കുന്നതാണ് സംസ്കൃത ഭാഷയുടെ പ്രത്യേകതയാണ്. അതിങ്ങനെ അതുകൊണ്ടാണ് സംസ്കൃതം എന്ന് പറയുന്നതന്നെ അതുകൊണ്ടാണ്. ഇതിനെ എല്ലാം വെട്ടിമാറ്റി ഏറ്റവും സംശുദ്ധമായ ഒരു കാര്യം വളരെ ചുരുക്കത്തിൽ പറയുന്നതാണ് സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗുരു പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചെറിയ പ്രയോഗങ്ങൾ, അതിനുള്ളിൽ വരുന്ന ഒരു വലിയ ലോകം, പ്രപഞ്ചം ഉണ്ടാവുകയാണ്. ഇപ്പോൾ അരിവപ്രദ പ്രദർശനം നടത്തിയിട്ട് അദ്ദേഹം അവിടെ എഴുതി വയ്ക്കാൻ പറഞ്ഞത് ഒരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. എനിക്ക് തോന്നുന്നു മലയാള ഭാഷയിലെ ഏറ്റവും ഉന്നതമായ കവിത ഏതെന്ന് ചോദിച്ചാൽ അത് ഇതാണെന്ന് തോന്നുന്നു. കാരണം ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും ഉദാത്തമായ നിർവചനമാണത്. ലോകത്ത് മറ്റൊരിടത്തും ഒരാളും നടത്തിയിട്ടില്ലാത്ത നിർവചനമാണത്. എല്ലാവർക്കും സർവരും എന്നൊക്കെയുള്ള അദ്ദേഹം ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ ഭാവനയിൽ കാണുകയാണ്, അദ്ദേഹം സർവരും എന്നുള്ളത് നിശ്ചയമായിട്ടും സ്ട്രെസ് ചെയ്തായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഈ അവിടെ ഒരു ഊന്നൽ കൊടുത്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്. സർവരും എന്നാൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും എന്നാണ് അർത്ഥം. ജാതിയില്ല, മതമില്ല, മറ്റ് ഭേദങ്ങളൊന്നുമില്ല, ഭാഷാഭേദങ്ങളില്ല, അതിർത്തികളില്ല, രാജ്യങ്ങളുടെ അതിർത്തികളില്ല, ഇതൊന്നുമില്ലാത്ത ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഒരുമിച്ച് വരാൻ പറ്റുന്ന, സാഹോദര്യത്തോടെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് അതാണ് ക്ഷേത്രം എന്ന്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും ഉന്നതമായ ഒരു നിർവചനമാണ് ഇത്. അദ്ദേഹം ഈ അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ എഴുതി വെക്കാൻ വേണ്ടി അപ്പോൾ പറഞ്ഞു കൊടുത്തതാണ്. ഇത് ഒരിക്കലും എവിടെയും രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞു കൊടുത്തല്ല. ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ചിന്തയിൽ നിന്ന്, പ്രതിഭയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ മഹാപ്രതിഭയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്ത വരികളാണത്. ഉന്നതമായ വരികൾ, 2-3 വരികൾ പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു വലിയ ആശയത്തിൻ്റെതായ വലിയൊരു പ്രപഞ്ചമാണ് അതിലൂടെ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഇതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യാത്രയിലും നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ധാരാളം പറഞ്ഞു പോകുന്നതിനപ്പുറം കുറച്ച് പറയുകയും പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാവുകയും അതിൽ നിന്ന് കേൾക്കുന്നയാളിനും വായിക്കുന്നയാളിനും ഒരു അനുഭവം ലഭിക്കുകയും ചെയ്യുമ്പോൾ അതാകും ഏറ്റവും മികച്ച യാത്രാനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ യാത്രാ വിവരണം എന്നതിനെ തുടക്കത്തിൽ പറഞ്ഞുവെങ്കിലും അത് ഇപ്പോഴത്തേക്ക് നമ്മൾ വന്നു നിൽക്കുമ്പോൾ, അവസാനം വന്നു നിൽക്കുമ്പോൾ യാത്രാനുഭവമായിട്ട് മാറുകയാണ്. അനുഭവമായി മാറണം. അത് നമുക്കതുകൂടി അനുഭവപ്പെടണം, വായിക്കുന്നയാളിനും അനുഭവപ്പെടണം. മറ്റൊന്ന്, അവിടെ ഇനിയും പോകാൻ തോന്നണം. അതാണ് അടുത്തതായി വേണ്ട ഒരു കാര്യം. നമ്മൾ പോകുന്നു, യാത്ര വായിക്കുന്നത് തീർന്നു, പക്ഷെ അത് പോരാ. വീണ്ടും ആ സ്ഥലത്തേക്ക് ആളിന് ഒന്ന് പോകാൻ തോന്നണം. അത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഈ കവിത എന്ന് പറയുന്നത് ആവർത്തിച്ച് വായിക്കാൻ തോന്നുന്ന കവിതയാണ് ശ്രേഷ്ഠ കവിത എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഒരു പ്രാവശ്യം വായിച്ചിട്ട് അത് നിർത്തുകയല്ല, വീണ്ടും വായിക്കാൻ തോന്നുക എന്ന് പറയുന്നതാണ് കവിതയുടെ ഒരു ഉത്കൃഷ്ടത. അതാണ് നമ്മൾ പറയുന്ന ഇതിഹാസങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. രാമായണം നൂറ്റാണ്ടുകളായി വായിച്ചിട്ടും ആർക്കും വായിച്ചു തീരുന്നില്ല. ഇപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. രാമായണം വീണ്ടും വായിക്കുന്നു. ഓരോ തവണ വായിക്കുമ്പോഴും മറ്റൊരു രാമായണമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇതിഹാസങ്ങളുടെ പ്രത്യേകത വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു ലോകം, മറ്റൊരു വീക്ഷണം, മറ്റൊരു സങ്കല്പം ഒക്കെയാണ് വരുന്നത്. ഏത് വിശ്വാസികൾക്കും വായിക്കാവുന്നതാണ്. ഇതിഹാസങ്ങളുടെ പ്രത്യേകതയാണ്. ലോകത്തിലെ ഏത് വിശ്വാസികൾക്കും വായിച്ച് ആസ്വദിക്കുകയും പുതിയൊരു ലോകത്തേക്കും പുതിയൊരു സഞ്ചാരത്തിലേക്കും പുതിയൊരു ചിന്തയിലേക്കും പുതിയൊരു അനുഭവത്തിലേക്കും എത്തിച്ചേരുക എന്നതാണ് ഇതിഹാസങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോഴും നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലും സാറ് നേരത്തെ പറഞ്ഞ പോലെ AI കാലത്താണ്.
നമ്മൾ ബാഹ്യാകാശത്ത് വ്യവസായം നടത്തുന്ന വ്യവസായികളാണ്. നമ്മളിവിടെ തീപ്പെട്ടി കമ്പനി നടത്തുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു ബാഹ്യാകാശത്ത് വ്യവസായം നടത്തുന്ന മസ്കിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, ഇലോൺ മസ്കിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു വ്യവസായത്തിൻ്റെ സങ്കല്പം തന്നെ ഈ നമ്മുടെ ഈ അതിരുകൾ വിട്ട് അപ്പുറത്തേക്ക് പോയിരിക്കുന്ന ഒരു കാലത്ത് പോലും വീണ്ടും ഇതിഹാസങ്ങൾ വീണ്ടും വീണ്ടും ആളുകൾ വായിക്കുകയാണ്. ഭാവനയുടെ ലോകത്ത് കയറി ഭാവനയുടെ ചിറകിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും സഞ്ചരിക്കുകയാണ്, മറ്റിടങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതാണ് ഈ മനസ്സുമായി ബന്ധപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മളതുകൊണ്ട് മനസ്സിലേക്ക് സഞ്ചരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ തരത്തിലേക്ക് ചിന്തിക്കാൻ കഴിയുകയും ആ തരത്തിലേക്കുള്ള ആലോചനകൾ നടത്താൻ കഴിയുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ യാത്രയുടെ ഈ ഒരു പുതിയ സാധ്യത മനസ്സിലാക്കുകയും ആ തരത്തിലേക്കുള്ള രചനകളിലേക്ക് പോവുകയും വേണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ചില സ്ഥലങ്ങളൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ആകർഷിക്കും. ഞാനിപ്പോൾ ഹിമാലയത്തിൽ പലതവണ പോയി. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആളുകൾ ഈ ഹിമാലയത്തിലേക്ക് ആളുകൾക്ക് എന്നും പോകുന്നതിനാണ് പ്രാന്തമുണ്ടോ ആൾക്ക്. ദേശാഭിമാനിയുടെ നമ്മുടെ സൺഡേ സപ്ലിമെൻ്റ് എഡിറ്റർ എത്ര തവണ ഞാൻ ഹിമാലയത്തിലേക്ക് പലതവണ പോയിട്ടുണ്ട്. പക്ഷേ ഈ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ ആലോചിക്കുന്നതാണ് അടുത്ത യാത്ര എന്ന് പോകണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. എന്താണ് നമ്മളെ അതിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത്? എന്താണ്? ഞാൻ ഹിമാലയത്തിൽ ആദ്യം എൻ്റെ 21ാമത്തെ വയസ്സ് കഴിഞ്ഞ് 22 വയസ്സിലേക്ക് കയറുന്ന സമയത്താണ് ഞാൻ ആദ്യം ഹിമാലയത്തിൽ പോകുന്നത്, കാശ്മീരിൽ പോകുന്നത്. കാശ്മീർ വഴിയാണ് ലേയിലേക്കുമൊക്കെ പോകുന്നത്. അന്ന് വീട്ടിൽ ഞാൻ MA ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്താണ് ഒരു പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടി ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അന്ന് ശ്രീനഗറിൽ വെച്ചിട്ടാണ് അന്ന് ഈ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ നാഷണൽ കോൺഫറൻസ് നടക്കുന്നത്. എൻ്റെ പ്രൊഫസറും എന്നോടൊപ്പം വരുമെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവസാന സമയമായപ്പോൾ അതിന് മറ്റൊരു അസൈൻമെൻറ്റ് വന്നുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം അന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി തീരുമായിരുന്നു. വലിയ കശ്മീർ മുഴുവൻ സൈന്യമാണ് നിയന്ത്രിക്കുന്നത്. ട്രാഫിക് മുതൽ എല്ലാ കാര്യങ്ങളിലും സൈന്യം മാത്രമാണ്. എവിടെയും പട്ടാളക്കാരെ, തോക്ക് ചൂണ്ടിയ പട്ടാളക്കാരെ കാണാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ജമ്മു മുതൽ അങ്ങോട്ട് അങ്ങനെയായിരുന്നു ഉണ്ടാകും. അത് തന്നെ എനിക്ക് വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു. കാരണം അന്നാണ് ഹിമസാഗർ എക്സ്പ്രസ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ട്രെയിൻ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കന്യാകുമാരി പോയി, അങ്ങനെയാണ് റിസർവ് ചെയ്തത്. കന്യാകുമാരിയിൽ പോയി അവിടുന്ന് കയറി, തുടക്കം മുതൽ കയറിയിട്ട് അങ്ങ് ജമ്മു താവി വരെയാണ് അത് പോകുന്നത്. അപ്പോൾ ഏറ്റവും നീളമുള്ള ട്രെയിനിൽ അങ്ങേ അറ്റം വരെ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ സഞ്ചരിച്ചു. അപ്പോൾ അവിടെ പോയി ആ യാത്രകൾ, അന്നത്തെ യാത്ര ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കയറി, ഹിമാലയം ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് പോയി. രണ്ടാമത് പിന്നെ ഞാൻ പോകുന്നത് അപ്പുറത്ത് പോയിട്ട് എവിടെയാണ്, നേപ്പാളിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നു, അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് എവറസ്റ്റൊക്കെ കാണാൻ പോകുന്നത്. അങ്ങനെയാണ് എവറസ്റ്റ് കാണാൻ ചെറിയ വിമാനത്തിനകത്ത് പോയി അവിടെ ഇങ്ങനെ നിന്ന് ആകാശത്ത് നിന്ന് കാണാൻ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള യാത്ര തിരിച്ചിങ്ങോട്ട് ട്രക്കിംഗ് ഒക്കെ അപ്പോഴാണ് കാര്യമായി നടത്തുന്നത്. പിന്നെ വീണ്ടും നമ്മളിങ്ങനെ പലതവണ പോവുകയാണ്. ഇപ്പം പോയത് കിഴക്കൻ സൈഡിൽ കൂടെയാണ്. ഞാൻ ഏറ്റവും അവസാനം പോയത് എൻ്റെ പുതിയ പുസ്തകം അതാണ്. ഇതുവഴി പോവുകയാണ് ചെയ്തത്. നമ്മളെ ഏറ്റവും കിഴക്കൻ ഹിമാലയത്തിലൂടെ. അത് വളരെ കഠിനമായൊരു യാത്രയാണ്. സാധാരണഗതിയിൽ സഞ്ചാരികൾ പോകാത്തൊരു യാത്രയാണ്. അവിടെ ക്ഷേത്രങ്ങളില്ല. ഹിമാലയത്തിലേക്ക് അങ്ങ് ജീപ്പ് ഓടിച്ച് കയറാനൊന്നും പറ്റത്തില്ല. നടന്നു തന്നെ വേണം. 20-25 കിലോമീറ്റർ നടക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല. ട്രക്കിംഗ് തന്നെയാണ് വേണ്ടത്. പക്ഷേ അവിടെ പോകുമ്പോൾ ഇത്ര തീക്ഷ്ണമായ സ്ഥലത്ത് പോകുമ്പോഴും ഈ സ്നോഫാൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് 4 മണിക്കൂറൊക്കെ കിടക്കുകയാണ് നമ്മളവിടെ. ലാൻഡ് സ്ലൈഡ് ഉണ്ടായി 4 മണിക്ക് എപ്പോഴാണ് ഈ റോഡ് ഒന്ന് ശരിയാക്കി എടുക്കുന്നത് അതുവരെ കാത്തു കിടക്കുക. റോഡിൽ നിന്ന് മഞ്ഞ് മാറുന്നതുവരെ നമ്മൾ കാത്തു കിടക്കല്ലേ, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അത്തരം യാത്രകൾ, സാഹസികമായ യാത്രകൾ, മരിച്ചു പോകുമെന്ന് കരുതുന്ന നിമിഷത്തിലുള്ള യാത്രകളൊക്കെ നമ്മൾ നടത്തുമ്പോഴും പിന്നെയും നമ്മളെ ഹിമാലയം അങ്ങോട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ്, അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ചെയ്യുകയാണ്. എന്താണ് അത് സംഭവിക്കുന്നത്? അതാണ് ചില ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകളാണ്. ചില സ്ഥലങ്ങൾ നമുക്കൊരിക്കലും അവിടുന്ന് പോരാൻ കഴിയത്തില്ല. നമ്മുടെ മനസ്സ് അവിടെ അപേക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. മനസ്സിൻ്റെ ഒരു ഭാഗം അവിടെ കളഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. വീണ്ടും നമുക്ക് തിരിച്ചു പോകണം അവിടേക്ക്. അപ്പോൾ ഈ തരത്തിൽ ചില സ്ഥലങ്ങളിലേക്കുള്ള സഞ്ചാരങ്ങൾ അത് വളരെ വ്യത്യസ്തമാകും. അതുകൊണ്ട് ഹിമാലയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ പുതിയ പുസ്തകത്തിൽ ഞാൻ ചെയ്തത് അതുവരെയുള്ള ഹിമാലയ യാത്രകൾ മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഹിമാലയത്തിൽ എന്തൊക്കെയാണ് സസ്യങ്ങൾ ഏതൊക്കെയാണുള്ളത്, ഹിമാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതൊക്കെ സസ്യങ്ങളുള്ളത്, ഹിമാലയം എന്ന് പറഞ്ഞാൽ സാധാരണ എത്ര രാജ്യങ്ങളിൽ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു, അതിൻ്റെ ഭൂമിശാസ്ത്രം എന്താണ്, അതൊന്നും ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും പോകുന്നു, പിന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണുന്നു, ആ പുണ്യസ്ഥലങ്ങളുണ്ട്. അതെല്ലാം പുണ്യസ്ഥലങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഉള്ള. ചതുർധാമിൽ പോയ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ. മലയാളത്തിലുള്ള ഹിമാലയത്തിലുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ അതാണ്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ അതിർത്തിയിൽ നമ്മൾ എങ്ങനെയാണ്, സൈനികർ അതിർത്തിയിൽ കാവൽ, അദ്ദേഹം പിന്നെ സൈനികനായിരുന്ന ആളാണ്. അപ്പോൾ അതിർത്തിയിൽ എങ്ങനെയാണ് സൈനികർ, ഇങ്ങനെ മറ്റുള്ളവർ പറയാത്ത ചില കാര്യങ്ങൾ, ഹിമാലയത്തിൻ്റെ ഫ്ലോറയെക്കുറിച്ച്, ഫോണയെക്കുറിച്ച്
അവിടെ നടക്കുന്ന അവിടുത്തെ മനുഷ്യരെ കുറിച്ച്, താമസിക്കുന്ന മനുഷ്യർ എത്ര പേർ ഹിമാലയത്തിൽ വസിക്കുന്നു, ഇവരുടെ ജീവിതം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ചേർത്ത് വയ്ക്കുമ്പോൾ അതൊരു പുതിയ അനുഭവമായി മാറും. അതുവരെ കിട്ടാത്തൊരു അനുഭവമായിട്ട് ആളുകൾക്കത് ഫീൽ ചെയ്യും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ യാത്രയെക്കുറിച്ച് ഇത്തരം ചില കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ അനുഭവം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഏറ്റവും പുതുതായി എഴുതിക്കൊണ്ട് കലാമതിയിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നതും യാത്രയാണ് എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു. അവിടെ കർണാടകത്തിലൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ സർ രാമായണം ശ്രീരാമചന്ദ്രൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം വരെ പൂർണ്ണമായും ശിലയിൽ കൊത്തിവെച്ചിരിക്കുന്നു. ഇന്ത്യയിൽ എന്തൊരു വിസ്മയം! ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടല്ല, അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയുമില്ല. തുംഗഭദ്ര നദിയുടെ കരയിൽ, തുംഗഭദ്ര നദിയുടെ വലതു കരയിൽ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കലാമതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അവിടെ ഒരിടം മുതൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ്റെ ജനനം മുതൽ അദ്ദേഹം സ്വർഗാരോഹണം നടത്തുന്നവരെയുള്ള മുഴുവൻ രാമായണവും ഇങ്ങനെ ശിലയിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. ശിലയിൽ കൊത്തിവെക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അനങ്ങാത്ത ശിലയല്ല. ഈ ശിലയിൽ നമ്മൾ കാണുന്ന ശില്പങ്ങളെല്ലാം തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണ്, നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത് എല്ലാം ചലിക്കുന്ന ചിത്രങ്ങളായി നമുക്ക് അനുഭവപ്പെടുകയാണ്. രാമായണം നമ്മൾ കണ്ടുപോവുകയാണ്, രാമായണം വായിച്ചു പോകാം, രാമായണം കേട്ടുപോകാം. പക്ഷേ ഇത് രാമായണം കണ്ടുപോകുന്നത് എവിടെയാണ് കണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ തിരുത്താൻ പറ്റത്തില്ല. നമ്മൾ പേപ്പറിലാന്ന് എഴുതുമ്പോൾ വൈറ്റ്നർ കൊണ്ട് വായിക്കാം. ഇത് ശിലയിലാണ്, കൃഷ്ണശിലയിലാണ് എഴുതിയിരിക്കുന്നത്. തൊട്ടാൽ പൊട്ടിപ്പോകുന്ന ശിലയിലാണ് ചെയ്തിരിക്കുന്നത് മുഴുവൻ. എത്ര തവണ മാറ്റിച്ചിട്ടുണ്ടാകും, അതല്ലെങ്കിൽ എത്ര ഏകാഗ്രതയോടെയാവും അത് ചെയ്തിട്ടുള്ളത്. ശ്രീരാമചന്ദ്രനും സീതാദേവിയും കൂടെ നിൽക്കുമ്പോഴുണ്ടാകുന്ന മുഖത്തെ ഭാവത്തിൻ്റെ പ്രത്യേകത, ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അനുജനായ സഹോദരൻ നിൽക്കുമ്പോൾ, ലക്ഷ്മണൻ നിൽക്കുമ്പോൾ ലക്ഷ്മണൻ്റെ മുഖത്തുള്ള ആദരവ്, ലക്ഷ്മണൻ്റെ മുഖത്തുള്ള ജ്യേഷ്ഠനോടുള്ള ബഹുമാനം, ഇതൊക്കെ ആ മുഖത്ത് നമുക്കിങ്ങനെ അനുഭവപ്പെടുകയാണ്. ഇതൊരു മറ്റൊരു കവിതയാണ്. സത്യത്തിൽ ശിലയിൽ കൊത്തിയ കവിതയാണ്. സത്യത്തിൽ ഇതിഹാസത്തെ ആരൊക്കെയോ അവരാരെ അറിയില്ല, നമുക്ക് ആരൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് അറിയുകയില്ല. എന്തൊരു അത്ഭുതമാണ്. അതുപോലെ സ്വർഗാരോഹണം വരെ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇത് നമ്മുടെ യാത്രയിലെ അനുഭവം, മറ്റെവിടെയും കിട്ടാത്ത അനുഭവമാണ്. ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ ഇങ്ങനെ മറ്റൊരു കവിത, മറ്റൊരു ഇതിഹാസം നമ്മൾ കാണുകയാണ്. ഇതും യാത്രയിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ട് നിയന്ത്രിക്കുന്നു. ഈ യാത്രയെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുക, യാത്രകൾ ചെയ്യുക, ആ യാത്രയിലുള്ള അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുക. നിങ്ങൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ കൂടെ അറിയാനുള്ള ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ കവികൾ അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മികച്ചതായി തീരും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ ഈ ചെറിയ വർത്തമാനം അവസാനിപ്പിക്കുന്നു. ഈ വർത്തമാനത്തിലെ പോരായ്മകളൊക്കെ എൻ്റേതാണ്, നന്മയെല്ലാം എൻ്റെ ഗുരുനാഥന്മാരുടേതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.